മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. വളരെ വിഷമകരമായ ഒരു സെഷനാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒരുപാട് വിഷമമുണ്ട്. അതായത് കുറച്ചു മുമ്പ് ഇപ്പോൾ വന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള, ഇപ്പോഴല്ല ഏപ്രിലാണെന്ന് തോന്നുന്നു, ഏപ്രിലിൽ വന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 38 പോസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഓർഡർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല, 38 പോസ്റ്റുകളിലേക്ക് എത്ര കുട്ടികൾ പഠിച്ചു. LD മാത്രം നോക്കുകയാണെങ്കിൽ 56,000-ഓളം ആൾക്കാരാണ് അതിനകത്ത് അപ്ലൈ ചെയ്തത്. നമ്പർ കറക്റ്റ് ആവണമെന്നില്ല, ഏതാണ്ട് ആ റേഞ്ച് ആൾക്കാരാണ് അതിനകത്ത് അപ്ലൈ ചെയ്തു. അതേപോലെ സാനിറ്റേഷൻ വർക്കർ, റൂം ബോയ്, ഒരുപാട് വേക്കൻസി ഉണ്ട്. 15,000 അത്രത്തോളം ആൾക്കാർ ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്തു. ഓരോ പോസ്റ്റിനും ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ആ അത്രയും കാശ് കൊടുത്ത് അവർ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ വിധി വന്നു, ആ 38 പോസ്റ്റുകൾ ആ നോട്ടിഫിക്കേഷൻ മുഴുവനും റദ്ദാക്കുകയാണ്. മാത്രമല്ല, ഇനി മുതൽ അങ്ങോട്ട് KDRBക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അവകാശമില്ല. എന്താ പറയാനുള്ളത്? എനിക്ക് വേറെ ഒന്നും. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. അവർ ആത്മാർത്ഥമായി എത്രയോ ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരുന്ന ആ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ, അതായത് ഈ റിസൾട്ട് വന്നു തുടങ്ങി എന്നറിഞ്ഞതിന് ശേഷം തന്നെ എത്രയോ കുട്ടികൾ നമ്മളെ വിളിച്ച് സാറേ പ്രതീക്ഷയുണ്ട്, കിട്ടും. കാരണം 91 മാർക്കും 83 മാർക്കും ഒക്കെയുള്ള നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഭയങ്കര സങ്കടം ഉണ്ടായി. കാരണം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എന്നല്ല, ഈ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ LD എഴുതിയ 50,000-ഓളം വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 7th ക്വാളിഫിക്കേഷന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ഉപേക്ഷിച്ചും മറ്റുമൊക്കെ ഇരുന്ന് പഠിച്ച കുട്ടികൾ, അവരെ സംബന്ധിച്ച് ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായി അവലോകനം ചെയ്യാതെ എന്തിനാണ് ഒരു പരീക്ഷ നടത്താനായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി പരിശോധിച്ചിട്ട് വേണ്ടേ ഇവർ ഈ എക്സാമിലേക്ക് പോകാൻ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. അതായത് നമ്മളിപ്പോ കോടതി വിധിയെ നമുക്ക് എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് കോടതി ലക്ഷ്യം തീർച്ചയായും കോടതി വിധിയെ എതിർക്കുകയല്ല. അപ്പൊ അവിടെ മനസ്സിലാക്കുന്നത് 1978 ഇങ്ങനെയാണ് കോടതി പറയുന്നത്. 1978 ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാനേജ്മെന്റ് കമ്മിറ്റി അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് അതോറിറ്റി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മൊത്തം നടത്തേണ്ടത്. അപ്പോ ഇപ്പോ KDRB രൂപീകരിച്ചപ്പോ എന്ത് സംഭവിച്ചു? മറ്റത് അമെന്റ് ചെയ്തിട്ടില്ല, അങ്ങോട്ട് പോയി. പക്ഷെ മറ്റത് അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് KDRBക്ക് കൊടുക്കാം എക്സാം നടത്താനെന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അമെന്റ്മെന്റ് പഴയ നിയമത്തിൽ ഉണ്ടാക്കിയില്ല. അതെ, അതായത് സംഭവിച്ചതാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് KDRB നിയമത്തിലെ സെക്ഷൻ 9 റദ്ദാക്കി. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയമനം നടത്താൻ KDRBക്ക് ഇനി നിയമപരമായ അധികാരമില്ല എന്നാണ് ഇതിനർത്ഥം വരുന്നത്. ഓക്കെ, അതേപോലെ നിയമന അധികാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാനേജിംഗ് കമ്മിറ്റിക്ക് തിരികെ പോവുകയും ചെയ്തു. ഇത് 1978 ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം മാനേജിംഗ് കമ്മിറ്റിക്ക് മാത്രമേ ജീവനക്കാരെ നിയമിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് KDRBക്ക് അറിയത്തില്ലേ, അല്ലെങ്കിൽ അതിന് അവർ കമന്റ് ചെയ്തു. അടുത്ത ഇത് KDRB നിയമന അറിയിപ്പുകളും റദ്ദാക്കിയിരിക്കുന്നു. ഗുരുവായൂർ ദേവസ്വത്തിനായി KDRB പുറപ്പെടുവിപ്പിച്ച എല്ലാ ജോലി അറിയിപ്പുകളും റദ്ദാക്കിയിരിക്കുന്നു. മുൻകാല നിയമനങ്ങൾ തടസ്സപ്പെടില്ല. KDRB വഴി ഇതിനകം നിയമനം ലഭിച്ച ആളുകൾ അവരുടെ ജോലിയിൽ തുടരും. പുതിയ നിയമനങ്ങൾ GDMC ആരംഭിക്കണം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാനേജ്മെന്റ് കമ്മിറ്റി 1978 നിയമം അനുസരിച്ച് പുതിയ നിയമനം ആരംഭിക്കണം. നിയമനത്തിന് മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുന്നു. നീതിയും സുതാര്യതയും ഉറപ്പാക്കാൻ വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയും 2 അംഗങ്ങളും 1 വർഷത്തേക്ക് ഈ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കും. ഇതാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പേജ് നമ്പർ 39 കിടക്കുന്ന 3ാമത്തെ ക്ലോസ് പറയുന്നത് എങ്ങനെയാണ്: ഇൻ വ്യൂ ഓഫ് ദ എബോവ് നോട്ടിഫിക്കേഷൻ എക്സിസ്റ്റിംഗ് P1 to P38 issued by the KDRB inviting applications for various posts shall stand quashed എന്ന് വെച്ചാൽ അത്രയും നോട്ടിഫിക്കേഷൻസ് റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല 4ാമത്തേൽ പറയുന്ന റിസൾട്ടിൽ 4ാമത്തെ പറയുന്നത് എങ്ങനെയാണ്? 39ാമത്തെ പേജാണ്. ഹെൻസ് ഫോർ ദ KDRB ഷോൾ നോട്ട് കണ്ടക്ട് എനി സെലക്ഷൻ പ്രൊസീഡിംഗ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് വേരിയസ് പോസ്റ്റ്. അതായത് ഇനി അങ്ങോട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നിയമനം നടത്താൻ ആർക്ക് അധികാരമില്ല? KDRBക്ക് അധികാരമില്ല. അപ്പൊ അവിടെ എനിക്ക് മനസ്സിലാവാത്ത ഒരു സാധനം, ഞാനിപ്പോ KDRBയെ പോയി കുറ്റം പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, മറ്റൊരു ബോഡി കുറ്റം പറയുന്നു, അങ്ങനെയല്ല. ഒരു ബോഡി രൂപീകരിക്കുമ്പോൾ അതിന് നിയമപരമായിട്ടൊരു സാധുത വേണ്ടേ? അപ്പോ അവർക്കൊന്ന് പഠിക്കണ്ടേ എങ്ങനെയായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഇതിനു മുമ്പ് നിയമനം നടന്നത്. അപ്പൊ 1978 ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അപ്പൊ അതിനെ അമെന്റ് ചെയ്തുകൊണ്ടല്ലേ KDRB ഫോം ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് ഈ 56,000-ഓളം കുട്ടികൾ LDക്ക് അപ്ലൈ ചെയ്തു. ടോട്ടൽ മൊത്തം നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു 80,000 85,000 ആൾക്കാരുണ്ട്. ഈ 85,000 കുട്ടികൾ 3 മാസമൊക്കെ ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനത്തിനൊരു വിലയില്ല. തീർച്ചയായിട്ടും. മാത്രമല്ല, കുട്ടികൾ പഠിച്ചു, അതിനുശേഷം പരീക്ഷയും നടന്നു. ഇപ്പൊ എന്താണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഷോർട്ട് ലിസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാലഘട്ടമാണ്. അതായത് പരീക്ഷ നടന്നിട്ട് കുറെ കാലമായി. അത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നോട്ടിഫിക്കേഷൻ വന്നു.
നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസിൽ ഒരു മാറ്റം ഉണ്ടായി. തീർച്ചയായിട്ടും. എക്സാമിന് 1 മാസം മുമ്പ് സിലബസ് ഇട്ടു. 1 മാസം കൊണ്ടാണ് പുതിയ സിലബസ് ആ കുട്ടികൾ കുത്തിയിരുന്ന് മൊത്തം പഠിച്ചെടുത്തത്. എനിക്ക് വളരെ പെട്ടെന്ന് എക്സാം വന്നു. എക്സാം വന്നിട്ട് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, 3 മാസത്തിനകത്ത് നിയമനം എല്ലാം പൂർത്തിയാക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടും ഇത്രയും മാസമായിട്ടും, അതായത് 5-6 മാസമായിട്ടും ഇതുവരെ ഒന്നും വന്നിട്ടില്ല, റിസൾട്ടോ ബാക്കിയൊന്നും വന്നിട്ടില്ല. അപ്പൊ അവിടെ ഈ 7th പാസിന്റെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുറെ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ ആ കേസിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വിധി വന്നേക്കുന്നത്. അപ്പൊ അതിൽ പോലും LD എഴുതിയ ആൾക്കാർ അവരെ ബാധിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? മൊത്തത്തിലാണ് ബാധിച്ചത്. ഇത് ആരുടെയും തെറ്റല്ല. ഇപ്പൊ കേസ് കൊടുക്കുന്ന അവരുടെ വിഷമമാണ്. പരീക്ഷ ചെയ്ത് പഠിച്ച കുട്ടി, നമ്മളെപ്പോഴും എന്ത് സംഭവിച്ചാലും നമ്മൾ കുട്ടികളുടെ കൂടെയാണ്, പരീക്ഷ ചെയ്ത കുട്ടികളുടെ കൂടെയാണ്. ഓക്കെ, അവരുടെ അധ്വാനത്തിന് ഒരു വിലയില്ല. തീർച്ചയായിട്ടും. ഇവിടെ രസകരമായ സംഗതി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾറെഡി ആ നോട്ടിഫിക്കേഷൻസിൽ ഉൾപ്പെടുന്ന 15/2022 എന്ന് പറയുന്ന 2025 എന്ന് പറയുന്ന കലാനിലയം സൂപ്രണ്ടിന്റെ അതിന്റെ റിസൾട്ട് വന്നു. കലാനിലയം സൂപ്രണ്ട് റിസൾട്ട് വന്നു. മാത്രമല്ല കൗബോയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. പക്ഷെ അത് സൈറ്റിൽ നിന്ന് എടുത്താൽ മാറ്റി. ഇന്ന് കേരള ദേവസ്വം ബോർഡിന്റെ സൈറ്റ് വർക്കിംഗ് അല്ല, അതായത് അതിന്റെ URL റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് എഴുതി കാണിക്കുകയാണ്. അപ്പൊ അത്രയും ഒരു എന്താണ് ദാരുണമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് KDRBയുടെ കാര്യങ്ങൾ മാറുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, കുട്ടികളുടെ ഭാഗത്ത് നിന്നാണോ KDRB ചിന്തിക്കുന്നത്, അതൊരു വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനമായിട്ട് KDRB മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അത്രയും പണം വാങ്ങി KDRB റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തിയതിനു ശേഷം ഇനിയും KDRBയുടെ ഭാഗത്തൊരു ഉത്തരവാദിത്വം ഇല്ലേ? അതായത് ഈ കുട്ടികൾക്ക് ഉത്തരവാദിത്വം അല്ലെ? എന്റെ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അവര് ഇതിനെ സുപ്രീം കോടതി ചലഞ്ച് ചെയ്യണം. തീർച്ചയായിട്ടും സുപ്രീം കോടതി ചലഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം എന്നെ വിഷമിപ്പിക്കുന്നത് എന്താ, ഇപ്പം നമുക്ക് കാണുന്നതാണ് നമ്മുടെ കുട്ടികൾ മൊത്തം നമ്മൾ വിളിക്കുന്ന അവരുടെ വിഷമം കേൾക്കുമ്പോൾ അവരെക്കാളും വിഷമം എനിക്കുണ്ട്. അവരെത്ര വിഷമം അവർക്കുണ്ടോ അതിനേക്കാളും 10 മടങ്ങ് വിഷമം എനിക്കുണ്ട്. കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, അതായത് നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് മൊത്തം സൂപ്പർ നോട്ട്സിലെ കുട്ടികളായിരിക്കും അവിടെ മൊത്തം കത്തിച്ച് നിൽക്കുന്ന കാര്യം. നമ്മളിൽ തന്നെ 90 മാർക്ക് മേടിച്ച ആൾക്കാരുണ്ട്, 83 കിട്ടിയ അല്ലെങ്കിൽ ആ റേഞ്ചുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു കുട്ടി 80+ മാർക്കൊക്കെ ഒരു എക്സാമിന്, ആ എക്സാമിനെ മേടിക്കണമെങ്കിൽ എത്ര രാത്രി പകലാക്കി കാണും അല്ലെ? അധ്വാനത്തിന് ഒരു വിലയില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതില് ഒരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് KDRB ഈ നിലവിൽ വന്നിരിക്കുന്ന വിധിക്ക് പുറത്ത് എവിടേക്ക് പോകേണ്ടി വരും? സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും. കുട്ടികളുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരും. ഇതിന് KDRB തുനിയുമോ എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പം അതിന് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിലവിൽ താൽക്കാലികക്കാരെ പുൽകുന്നത് പോലെ, അല്ലെങ്കിൽ KDRB വരുമാനമുണ്ടാക്കിയതുപോലെ എന്നൊക്കെ ഒരു ഫീല് പൊതുജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും. തീർച്ചയായിട്ടും. അത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ സൂപ്പർ നോട്ട്സ് പോലൊരു ഫേം, എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഫേം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇടും, ഇങ്ങനെ വിമർശിച്ചൊരു വീഡിയോ ഇടും. ബാക്കി അങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ കുറേ തലയില്ലാത്ത മുഖങ്ങൾക്ക് ആരെ പോയോ വിമർശിക്കാൻ പറ്റും. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഇതിനെക്കുറിച്ച് വേറെ വരുന്ന അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വിഷമമുണ്ട്. ബാക്കി വേറൊന്നും പറയാനില്ല. കോടതി വിധിയോടുള്ള ഒരു അമർഷമല്ല. കാരണം കോടതി വിധി പറയുന്നത് കോടതിയുടെ വസ്തുതകൾ, കോടതിയുടെ മുന്നിലുള്ള വസ്തുതകൾ വെച്ചിട്ടാണ്. തീർച്ചയായും. ചിലപ്പം കോടതി വിധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിലുള്ള എതിർപ്പല്ല പറയുന്നത്. മറിച്ച് ഇത് KDRBയോടുള്ള അല്ലെങ്കിൽ KDRBയുടെ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുള്ള ഒരു എതിർപ്പായി, കുട്ടികളുടെ പക്ഷത്തു നിന്നുള്ള ഒരു സംസാരമായിട്ട് ആണ് നമ്മളിത് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാവുക തന്നെ വേണം. തീർച്ചയായും KDRB മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ആണ്.